ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലിസി ബേബി ആൻറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ഒരു മേജർ സർജറിയൊക്കെ കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ചു വരുന്നു. എന്നോട് ആ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാക്ഷ്യം പറയുന്നതോടൊപ്പം അന്നത്തെ വചന ശുശ്രൂഷയുടെ നിർവഹിക്കണം എന്ന് പറഞ്ഞു. അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ വചന ശുശ്രൂഷയ്ക്കായി ലിസി ബേബി ആൻറ്റിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണേ, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണേ. തന്നാടി പിണരാൽ തന്നാടി പിണരാൽ തന്നാടി പിണരാ എനിക്കു സൗഖ്യം. തന്നാടി പിണരാൽ തന്നാടി പിണരാൽ തന്നാടി പിണരാ എനിക്കു സൗഖ്യം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ ആലയത്തിൽ ഈ പരിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും തന്ന വൻ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ഒരു പരിശുദ്ധ ആത്മ അഭിഷേക വടിയനിൽ പകർന്ന് ഒരു മഹത്വത്തിൻ്റെ സാക്ഷിയാകുവാനും അവിടുത്തെ ജീവനുള്ള വചനം പങ്കുവയ്ക്കുവാനും അവിടുത്തെ അടിയനെ ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണേ. അതുപോലെ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. എന്തെങ്കിലും കാരണത്താൽ ഇവിടെ വരാൻ പറ്റാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കണേ. യേശുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി ജീവനുള്ള വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ ദൈവം ഒരുക്കിയ വിലയേറിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ജോജി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. Before I start today's message, I want to take this time to thank Almighty Lord for all His mercies and blessing showered upon me during my major spinal surgery. I want to testify on the miracles God worked in my life. For a long time, I struggled with severe back pain that made simple tasks like walking and household tasks very difficult. After much prayer and medical consultation, I underwent laminectomy surgery on May 5th this year. There were so many times I felt so much pain and weakness, but I leaned on my faith and I prayed for my patients and trust in God's plan for my healing. I had to follow many strict spine precautions like no bending, no lifting, no twisting. During my recovery period, I required complete care. Therefore, nurses, occupational therapists, physical therapists, and nurses' aide visited my home regularly. At that time, my family was a great support to me. The recovery road has been long and challenging, but I felt God's presence every step of the way.
6.5 months later, I am here standing in front of the congregation to give a testimony regarding God's healing power. Now the pain is much tolerable and giving glory to God. I am so grateful to be back at church after the surgery. Most importantly, I thank God for helping me. I thank our Georgiachan and family for their prayers and support. Also, I thank Jeffachan and family. എൻ്റെ സർജറി ടൈമിലും റിക്കവറി ടൈമിലും നമ്മുടെ ചർച്ചിൻ്റെ പിന്തുണ എനിക്ക് വളരെ ആശ്വാസം തന്നു. ഫോൺ വിളികളും പ്രാർത്ഥനകളും സന്ദർശനങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹവും അനുഭവിപ്പാൻ എന്നെ സഹായിച്ചു. I thank each and everyone in our church for their prayers and support. 2 Corinthians 12:9, which says, "My grace is sufficient for you, for my power is made perfect in weakness." I'm here to tell you that God is faithful. I want to encourage anyone going through a difficult time, lean on Him, because with God, everything are possible. I submit myself in God's hand and ask you all to pray for me, my continued healing. My prayers are with you all. May the Lord bless us all. Praise the Lord. ഇനി നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കാം. Do you think sometimes your hope and dreams are shattered? എല്ലാം അവസാനിച്ചു, ഇനിയൊരു രക്ഷയുമില്ലെന്ന് നാം വിചാരിക്കുന്നുണ്ടോ? Do you think the Lord is not hearing your prayer? If you are answering these questions yes, then today's message is for you. എന്നാൽ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് ഏവൻഗേലിയനായി വായിച്ച വേദഭാഗം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. Luke 1:5-23. Today's themes സെഖറിയാവിനോടുള്ള അറിയിപ്പ്, സാധ്യതകൾ വാഗ്ദത്തം നൽകുന്ന ദൈവം. Annunciation to Zechariah, God who gives promises of possibilities. Verse 13. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖറിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന് പേരിടണം. ഇതൊരറിയിപ്പിൻ്റെ കാലമാണ്, അല്ലെങ്കിൽ മംഗള വാർത്താ കാലമാണ്, അനൗൺസ്മെൻറ്റ് പീരീഡ്. അടുത്ത ഞായറാഴ്ചകളിലായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ദൂതന് പല വ്യക്തികളോടുള്ള അറിയിപ്പുകളാണ്. The angel Gabriel appeared to Zechariah to announce the birth of John the Baptist. The angel Gabriel appeared to Mary to announce Jesus' birth. An angel appeared to Joseph in a dream to inform him that Mary's pregnancy was a result of the Holy Spirit. 400 വർഷത്തിലധികം കാലം സ്വർഗം നിശബ്ദമായിരുന്നതിൻ്റെ ശേഷമാണ് ഗബ്രിയേൽ ദൂതൻ സെഖറിയാവിന് പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. 400 silent years between the last book of the Old Testament, Malachi, and the first book of the New Testament, Matthew. യഹൂദ രാജാവായ ഹെരോദാവിൻ്റെ കാലത്തെ അബിയാവിൻ്റെ പുരോഹിത വിഭാഗത്തിൽപ്പെട്ട സെഖറിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ, അവൻ്റെ ഭാര്യ എലിസബത്ത്. സെഖറിയ മീൻസ് ഗോഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്നു. എലിസബത്ത് മീൻസ് ഗോഡ് ഈസ് മൈ ഓത്ത്, ദൈവത്തിൻ്റെ പ്രതിജ്ഞ. ബോത്ത് നെയിംസ് ടുഗദർ മീൻസ് ഗോഡ് റിമെമ്പേഴ്സ് ഹിസ് ഓത്ത്, ദൈവം തൻ്റെ പ്രതിജ്ഞ ഓർക്കുന്നു. ഇവരുടെ ജീവിതത്തിലും ഒരു മനോവേദന അവരെ അലട്ടിയിരുന്നു. They had no children because Elizabeth was unable to conceive and they both very old. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചും യഹൂദ ജനതയെ സംബന്ധിച്ചും മക്കളില്ലാത്തത് ഒരു ശാപമായി കരുതിയിരുന്നു. ഇങ്ങനെ സെഖറിയാവിൻ്റെ കൂറിൻ്റെ പ്രകാരം
ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ നറുക്കു വീണു. ധൂപം കാട്ടുന്ന നാഴികയിൽ കർത്താവിൻ്റെ ദൂതൻ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവൻ പ്രത്യക്ഷനായി. ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്താണ് നിന്നിരുന്നത്. ബൈബിളിൽ വലത്തുഭാഗം അനുകൂലമായതിനെയും അധികാരത്തെയും സത്യസന്ധതയെയും സൂചിപ്പിക്കുന്നു. ബൈബിളിൽ ഓൾമോസ്റ്റ് 132 times മെൻഷൻ ദ വേർഡ് റൈറ്റ് സൈഡ് ഓർ റൈറ്റ് ഹാൻഡ്. മാത്യു 25:34 രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. മാത്യു 26:34 ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും. എക്സോഡസ് 15:6 said, Your right hand, O Lord, is majestic in power. Your right hand, Lord, shattered the enemy. ഇനി നമുക്കിതിൽ നിന്ന് പ്രധാന 4 ഉൾക്കാഴ്ചകൾ നോക്കാം. 4 മെയിൻ പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, ദൈവം കാത്തിരിക്കുന്ന വിശ്വസ്തരിലൂടെ പ്രവർത്തിക്കുന്നു. ഗോഡ് വർക്ക്സ് ത്രൂ ദ ഫെയ്ത്ത്ഫുൾ ഈവൻ ഇൻ വെയിറ്റിംഗ്. Zechariah and Elizabeth, they both were righteous before God and walked blamelessly in all the commandments of the Lord. Both of them, ഇരുവരും എന്നത് ഐക്യതയെ സൂചിപ്പിക്കുന്നു. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അവർ ഒരുമിച്ച് ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു. അടുത്തത് പുരോഹിത കുടുംബം. സക്രിയാവ് ഒരു പുരോഹിതനാണ്, എലിസബത്ത് അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി. ഇങ്ങനെയുള്ള കുടുംബാന്തരീക്ഷമാണ് ഈ വൃദ്ധ ദമ്പതികൾക്കുള്ളത്. Zechariah was in the sanctuary of the Lord and burned incense. The rising smoke is the prayers of the faithful ascending to God. In Psalm 141:2 saying, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും. വെളിപാട് 8-ാം അധ്യായം 4-ാം വാക്യം, ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരോട് പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. While the incense was being burned, a great crowd outside praying. കൂട്ടായിട്ടുള്ള ആരാധനയ്ക്ക് എപ്പോഴും ശക്തിയുണ്ട്. സക്രിയാവ് അകത്ത് ധൂപം അർപ്പിക്കുമ്പം ജനം മുഴുവനും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. സക്രിയാവും എലിസബത്തും നീതിമാന്മാരായിരുന്നിട്ടും വളരെ കാലം അവർ കാത്തിരുന്നു. അവർ ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല. അവർ ദൈവത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ പ്രാർത്ഥനകളിൽ വിശ്വസ്തയോടെ തുടർന്നു. പ്രാർത്ഥന എന്നാൽ ദൈവവുമായുള്ള സംസർഗമാണ്. ദൈവം സംസാരിക്കുന്ന കേൾക്കാൻ നാം എപ്പോഴും തയ്യാറാകണം. God will hear our prayers in His own time. ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് നാം പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുകയും നമ്മുടെ ആവശ്യങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളായി ദൈവം മുമ്പാകെ എത്തുകയും ചെയ്യും. ഡ്യൂറിങ് ദ സർവീസ് ടൈം, ഇറ്റ്സ് സ്പെഷ്യൽ ടൈം ഫോർ us to pray just between us and God. ഏകാഗ്രമായി ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സെക്കൻഡ് പോയിന്റ്, ദൈവത്തിൻ്റെ സന്ദേശം സാധാരണ സേവനത്തിനിടയിലാണ്. ഡിവൈൻ പ്ലാൻ ഓഫൺ കം ഡ്യൂറിങ് ഓർഡിനറി സർവീസ്. സക്രിയാവ് തൻ്റെ പതിവനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഇസ്രായേലിൽ അനേകായിരം പുരോഹിതന്മാരുണ്ടായിരുന്നു. Zechariah was chosen by Lord to enter the sanctuary. This is a once in a lifetime honor. സക്രിയാവ് തൻ്റെ ജീവിതത്തിലെ പതിവ് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. ജനമാകട്ടെ തങ്ങളുടെ പതിവ് പ്രാർത്ഥനയിലും. എന്നാൽ കൃത്യം ആ നിമിഷത്തിൽ നൂറ്റാണ്ടുകളായുള്ള നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ദൂതൻ പ്രത്യക്ഷനായി. അതും ആരാധനയുടെ മധ്യത്തിൽ. ദൈവം ഇടപെട്ട ഈ സമയമാണ് ഈ ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗം. An angel told to Zechariah that his wife Elizabeth would bear a son named John. What a miraculous news! ഈ സംഭവമാണ് പിന്നീട് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂതൻ്റെ പ്രഖ്യാപനത്തിന് വഴി തുറന്നത്. ദൈവിക ഇടപെടൽ ദൈവത്തിന് അടുത്ത ഘട്ടം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന.
ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സാധാരണവും മടുപ്പിക്കുന്നതുമായ പ്രാർത്ഥനാ ജീവിതത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അവിടെ അത്ഭുതം ചെയ്യും. കാസ്റ്റ് യുവർ ബർഡൻ ഓൺ ദ ലോർഡ് ആൻഡ് ഹീ വിൽ സസ്റ്റെയിൻ യു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇടപാടുകളിലും നമ്മൾ വിശ്വസ്തയും നേരെ എന്നിവ പുലർത്തുമ്പോൾ ദൈവം അസാധാരണമായത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ സേവനം ചെറുതെന്ന് തോന്നിയാലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് ചെറുതും വലുതുമായ ജോലികൾ വിശ്വസ്തയോട് ചെയ്യണം. നമ്മുടെ മുമ്പിലുള്ള ചിന്ത എന്താണ്? നമ്മുടെ സാധാരണമായ സേവനങ്ങൾക്കിടയിൽ ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് ഡിവൈൻ പ്ലാൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അവർ ഓർഡിനറി ഡ്യൂട്ടീസ്? ദൈവദൂതൻ അടുത്തു വന്ന് നിൽക്കുന്നു എന്ന വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? തേർഡ് പോയിന്റ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനുഷ്യൻ്റെ പരിമിതികൾക്കും അപ്പുറമാണ്. ഗോഡ്സ് പ്രോമിസ് എക്സീഡ് ഗോഡ്സ് ഹ്യൂമൻ ലിമിറ്റേഷൻസ്. ദൂതൻ സക്രിയാവിനോട് ഒരു മകൻ ജനിക്കുമെന്ന് പറഞ്ഞു. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ജോൺ നെയിം മീൻസ് ഗോഡ് മേഴ്സി, ദൈവത്തിൻ്റെ കാരുണ്യം. ഇത് വെറും ഒരു മകനെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നില്ല. ഈ മകൻ വലിയവനായിത്തീരും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. മശിഹായ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടിയാണ് ഈ മകൻ ജനിക്കുന്നതെന്ന് ദൂതൻ വെളിപ്പെടുത്തി. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഫ്രം ബർത്ത്, consecrated to God, not to drink wine or strong drink, has spirit and power of Elijah, great prophet who proceeds the way for the Lord. He was the forerunner of Christ. വരാനിരിക്കുന്ന രക്ഷകനെ വഴിയൊരുക്കാനാണ് തൻ്റെ മകൻ വരുന്നതെന്നറിഞ്ഞപ്പോൾ അവർക്കൊരു അസാധാരണ വാഗ്ദത്തമായിരുന്നു. സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും കഥ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഒരു വാഗ്ദാനമാണ്. അനേക വാഗ്ദത്തങ്ങൾ ബൈബിളിലുടനീളം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുക. ദൈവം വാഗ്ദാനം ചെയ്താൽ അത് നിറവേറ്റും. Psalm 34:18 said, assures that the Lord is close to those with a broken heart and saves those who are crushed in spirit. ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയങ്ങൾ ഏതായാലും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാകട്ടെ, സാമ്പത്തിക പ്രശ്നമാകട്ടെ, രോഗത്തിൽ നിന്നുള്ള വിടുതലാകട്ടെ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ ഹൃദയം നീറിയിരിക്കുന്ന പ്രശ്നങ്ങളാകട്ടെ, ദൈവിക വാഗ്ദത്തങ്ങൾ അടിയുറച്ച് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നതിനെ എല്ലാം സാധ്യമാണ്. മാർക്ക് 9:23. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് ചുറ്റും അന്ധകാരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തെ പീഡിപ്പിക്കുകയും ആക്ഷേപിക്കുകയും കൊല്ലുകയും ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ കർത്താവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ ഒരു പുതിയ ശബ്ദമായി ഈ ലോകത്തിൽ വന്നു. സമാധാനവും സ്നേഹവും നീതിയും ന്യായവും നന്മയും നിറഞ്ഞ ദൈവരാജ്യത്തിലേക്ക് ആളുകളുടെ മനസ്സിനെ തിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. നമുക്കും ഒരു പുതിയ ശബ്ദമാകാം യോഹന്നാൻ സ്നാപകനെ പോലെ. ഫോർത്ത് പോയിന്റ്, സംശയം താമസിപ്പിച്ചേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നശിപ്പിക്കുകയില്ല. ഡൗട്ട് ക്യാൻ ഡിലേ ബട്ട് ഡസ് നോട്ട് ഡിസ്ട്രോയ് ഗോഡ്സ് വർക്ക്. സക്രിയാവ് വാർദ്ധക്യമായതുകൊണ്ട് ദൂതൻ്റെ വാക്കുകൾ അവിശ്വസിച്ചു. ഹൗ ഷാൽ ഐ നോ ദിസ്? ഫോർ ഐ ആം ആൻ ഓൾഡ് മാൻ ആൻഡ് മൈ വൈഫ് ഈസ് അഡ്വാൻസ്ഡ് ഇൻ ഇയേഴ്സ്. സക്രിയാവിൻ്റെ സംശയം മൂലം കുഞ്ഞ് ജനിക്കുന്നതുവരെ സംസാരശേഷി നഷ്ടമായി. Meanwhile, the people waiting for Zechariah and wondering why he stayed long time in the temple. സക്രിയാവ് ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവർക്ക് ആംഗ്യം കാട്ടി അവർ ഊമനായി പാർത്തു. സക്രിയാവിൻ്റെ വിശ്വാസക്കുറവ് മൂലമുള്ള ഈ നിശബ്ദത
പിന്നീട് ദൈവം തൻ്റെ വാഗ്ദത്തം പൂർത്തിയാകുമ്പോൾ അത് വലിയ സന്തോഷത്തിന് കാരണമായി. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നീണ്ട കാത്തിരിപ്പ് നമ്മളെ തളർത്ത് കളയാറുണ്ട്. എന്നാൽ നിശബ്ദത നമ്മളെ തളർത്ത് കളയാനല്ല, അതിൻ്റെ നടുവിൽ ദൈവനിയോഗം കണ്ടെത്തണം. നമുക്ക് നിശബ്ദതയുടെ ഒരു കാലത്തിലാണ് നമ്മൾ പോകുന്നെങ്കിൽ അതിനകത്തെ ഒരു ദൈവനിയോഗമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. ചിലപ്പോൾ അത് താമസിക്കും. When we have a quiet time in our devoted life, it is a sign that God will intervene in our life. Revelation 8:1 says, when the Lamb opened the seventh seal, there was a silence in heaven for about half an hour before the seven judgments are announced to unfold on earth. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ 40 വർഷം താമസിച്ചത് അവരുടെ അവിശ്വാസവും സംശയവുമായിരുന്നു. സംശയം നമ്മെ അസ്ഥിരപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക് പറ്റുന്നത് നാം പ്രാർത്ഥനയിൽ ഉത്സാഹമില്ലാതെ ദൈവഹിതം നിറവേറ്റിൽ നിന്ന് പിന്മാറുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ദൈവാനുഗ്രഹങ്ങളെ തടയുന്നു. നമ്മുടെ സംശയങ്ങൾക്കിടയിലും ദൈവത്തിൽ നിന്ന് പിന്മാറല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മളിലൂടെ അവൻ്റെ വേല നിറവേറ്റും. ദൈവവചനത്തിൽ ആഴമായി വേരൂന്നുക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. മനുഷ്യൻ്റെ സാധ്യതകൾ നഷ്ടപ്പെടുമ്പോൾ ദൈവം ഒരു പുതിയ സാധ്യത തരും. കൺക്ലൂഷൻ. Luke 1:5-23 reminds us that God answers the prayer of his righteous people in his own perfect timing and unexpected ways. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പം പ്രാർത്ഥനയും ദൈവവചനദാനവും നാം തള്ളിക്കളയരുത്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം മനുഷ്യരല്ല, ദൈവം നമുക്ക് തരും. ദൈവിക വാഗ്ദാനങ്ങൾ നാം വിശ്വസിച്ച് വിശ്വസ്തയോടെ അതിൻ്റെ അത്ഭുത ഇടപെടലുകൾക്കായി നാം കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു നിശബ്ദതയുടെ സമയമുണ്ടെങ്കിൽ ദൈവം ഒരു വലിയ കാര്യത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുകയാണ്. അത് നിറവേറുമ്പം സംശയിക്കരുത്. Let us faithfully surrender ourselves in God's presence to fulfill the plans of God. God bless us all with these words. Thank you. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ആൾ പ്രാർത്ഥിക്കും.